ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ചതുർത്ഥസ്കന്ധം. ദക്ഷയാഗം. വിദുരർ മൈത്രേയനോട് ചോദിച്ചു, മകളെ വിവാഹം കഴിച്ച ശ്രീപരമേശ്വരനോട് ദക്ഷ പ്രജാപതിക്ക് വിരോധമുണ്ടാകാൻ കാരണമെന്ത്? വിശദമായി പറഞ്ഞു തരണം. മൈത്രേയൻ: മുൻപൊരിക്കൽ പ്രജാപതികൾ ഒരു യാഗം നടത്തി. ദേവന്മാരും മഹർഷിമാരുമെല്ലാം ആ യാഗത്തിനു വന്നു ചേർന്നിരുന്നു. ദക്ഷ പ്രജാപതി യാഗശാലയിൽ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റു നിന്നു വണങ്ങി. ബ്രഹ്മദേവനും ശ്രീ പരമേശ്വരനും മാത്രം ഇരുന്നിടത്തു തന്നെ ഇരുന്നു. ഇതുകണ്ട് കുപിതനായ ദക്ഷ പ്രജാപതി, നിനക്കു യജ്ഞങ്ങളിൽ ഹവിർഭാഗം ലഭിക്കാതെ പോകട്ടെ എന്നു ശപിച്ചു. മാത്രമല്ല മഹേശന്റെ നേർക്ക് അസഭ്യങ്ങൾ പറയുകയും ചെയ്തു. അതു കേട്ടു സഹിക്കാനാവാതെ നന്ദികേശൻ ദക്ഷനും അനുയായികൾക്കും തത്വബോധമുണ്ടാകാതെ പോകട്ടെ എന്ന് ശപിച്ചു. ഈ സംഭവ വികാസങ്ങളിൽ ക്രുദ്ധനായ ഭൃഗു ശൈവന്മാരെ മതാചാര വിരുദ്ധരാകട്ടെ എന്ന് ശപിച്ചു. ഈ ശാപവും പ്രതിശാപവുമെല്ലാം കേട്ടുകൊണ്ട് ശ്രീ പരമേശ്വരൻ തിരിച്ചെഴുന്നള്ളി. പ്രജാപതിമാർ യാഗം അവസാനിപ്പിച്ച് മടങ്ങിപ്പോയി. ശ്രീ പരമേശ്വരനെ അധിക്ഷേപിക്കാൻ വേണ്ടി ദക്ഷൻ ഒരു യാഗം നടത്താനൊരുങ്ങി. മഹേശ്വരൻ ഒഴികെയുള്ള ദേവന്മാരെയെല്ലാം യാഗത്തിനു ക്ഷണിച്ചു. മഹർഷിമാരെയെല്ലാം വിളിച്ചുവരുത്തി. ദേവന്മാർ പ്രിയതമകളോടൊത്തു വിമാനങ്ങളിൽ വന്നു തുടങ്ങി. ദക്ഷന്റെ യാഗസംരംഭത്തെക്കുറിച്ചുള്ള വാർത്തകൾ നാടെങ്ങും പരന്നു. തൻ്റെ പിതാവു നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കണമെന്ന് സതീദേവിക്ക് മോഹമുണ്ടായി. അവർ പ്രിയതമനായ മഹേശ്വരനെ സമീപിച്ച് അപേക്ഷിച്ചു, നാഥ, അച്ഛൻ ഒരു യാഗം നടത്താനൊരുങ്ങുന്നതിൻ്റെ മേളങ്ങൾ അങ്ങു കേട്ടില്ലേ? മഹാജനങ്ങളെല്ലാം യാഗഭൂമിയിൽ വന്നുകൂടും. അച്ഛൻ യാഗം നടത്തുന്നിടത്തു നാം പോകേണ്ടതല്ലേ? അതിനു പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല ജ്യേഷ്ഠത്തിമാരെയൊക്കെ കണ്ടിട്ട് ഏറെ നാളായല്ലോ. അവിടെ ഇപ്പോൾ എല്ലാവരെയും ഒരുമിച്ചു കാണാനാകും. അച്ഛന് നമ്മോട് പണ്ടേയുള്ള വിരോധമെല്ലാം ഇതോടെ ഒടുങ്ങുകയും ചെയ്യും. ദേവിയുടെ നിർബന്ധ ബുദ്ധി കണ്ടിട്ട് ശ്രീ പരമേശ്വരൻ പറഞ്ഞു, ബന്ധുക്കളെന്നു കരുതി നാം അവിടെ ചെന്നാൽ അവിടെയുള്ളവരാരും ബന്ധുത്വം ഭാവിക്കുകയില്ല. ദക്ഷനു നമ്മുടെ നേർക്ക് ബന്ധുഭാവമേയില്ല. അതുകൊണ്ട് അവിടെ പോകുന്നത് ദുഃഖകാരണമായി തീരും. മഹേശ്വരൻ നിർബന്ധമായി വിലക്കിയെങ്കിലും ദേവി പിതാവിൻ്റെ യജ്ഞത്തിൽ പങ്കുകൊള്ളണമെന്ന കാര്യത്തിൽ ശാഠ്യം പിടിച്ചു. അങ്ങനെ സതീദേവി ദക്ഷന്റെ യജ്ഞഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഭഗവാന്റെ അനുചരന്മാരായ ഭൂതഗണങ്ങൾ ദേവിയെ അനുഗമിച്ചു. ദക്ഷന്റെ പ്രിയങ്കരന്മാരായ അതിഥികളാരും ദേവിയെ ആദരിച്ചില്ല. മാതാവും സഹോദരിമാരുമൊഴികെ മറ്റാരും കുശലപ്രശ്നത്തിനു പോലും ഒരുങ്ങിയില്ല. രുദ്രനു ഹവിർഭാഗം നൽകാത്ത യജ്ഞം ദേവിക്കും കോപകാരണമായി. ദക്ഷന്റെ അനുയായികൾ ദേവിയോടു തന്നെ മഹാദേവനെ ദുഷിച്ചു സംസാരിച്ചു. എല്ലാം കേട്ടു സഹിക്കേണ്ടി വന്ന ദേവി ഇങ്ങോട്ടു പുറപ്പെടുന്ന വേളയിൽ നാഥൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മിച്ചു. അധിക്ഷേപ വാക്കുകൾ കേട്ടുണ്ടായ ദുഃഖത്തോടെ സതീദേവി സ്വശരീരം യാഗാഗ്നിയിൽ ദഹിപ്പിച്ചു. അതുകണ്ട് ലോകർ ഹാഹാകാരം മുഴക്കി. ദേവിയുടെ അകമ്പടിക്കാരായി വന്ന ഭൂതഗണങ്ങൾ കുപിതരായി. ഭൃഗു ദക്ഷിണാഗ്നിയിൽ ഹോമിച്ചപ്പോൾ ഋഭുക്കളെന്ന ദേവഗണം അഗ്നിയിൽ നിന്ന് പൊന്തിവന്ന് ഭൂതഗണങ്ങളെ തുരത്തി. അവർ
മഹേശ്വര സന്നിധിയിലെത്തി വിവരമറിയിച്ചു. കുപിതനായ രുദ്രൻ തൻ്റെ ജട പിടിച്ചു നിലത്തടിച്ചു. അപ്പോൾ അവിടെ ഘോരാകാരനായ വീരഭദ്രൻ ഇടിവെട്ടുന്നതുപോലെ ഗർജിച്ചുകൊണ്ടു ശൂലധാരിയായി ആവിർഭവിച്ചു. ശ്രീ പരമേശ്വരൻ വീരഭദ്രനോട് ആജ്ഞാപിച്ചു, ഉടനെ നീ പോയി ദക്ഷനെ വധിക്കുക, യജ്ഞവും നശിപ്പിക്കുക. വീരഭദ്രൻ ശിവപാർഷദന്മാരോടൊപ്പം പുറപ്പെട്ടു. മാർഗത്തിൽ നിന്നു പൊന്തിയ ധൂളീപടലം കൊണ്ട് ആകാശമാകെ മൂടി. യജ്ഞശാലയിലെ സദസ്യരെല്ലാം അമ്പരന്നു. രുദ്രസംഘങ്ങൾ യജ്ഞശാല വളഞ്ഞു. യാഗപാത്രങ്ങളെല്ലാം നശിപ്പിച്ചു. യാഗശാല തകർത്തു. ഈശ്വരനിന്ദ ചെയ്തവർക്കെല്ലാം കഠിനമായ ശിക്ഷ തന്നെ നൽകി. ഭൃഗുവിൻ്റെ മീശരോമങ്ങൾ പിഴുതെടുത്തു. ഭഗന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പൂഷാവിൻ്റെ പല്ലുകൾ തല്ലിക്കൊഴിച്ചു. ആയുധങ്ങൾ കൊണ്ട് ദക്ഷനെ വധിക്കാൻ പ്രയാസമാണെന്നറിഞ്ഞിട്ട് യജ്ഞത്തിനു മൃഗത്തെ കൊല്ലുന്നത് പോലെ കഴുത്ത് ഞെരുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു. എന്നിട്ട് ശിരസ്സറുത്ത് യാഗാഗ്നിയിൽ ഹോമിച്ചു. ഇതെല്ലാം കണ്ടു പരിഭ്രാന്തരായ ദേവന്മാർ ബ്രഹ്മദേവനെ അഭയം പ്രാപിച്ചു. ബ്രഹ്മാവ് അവരെയും കൂട്ടി കൈലാസത്തിലെത്തി മഹേശ്വരനെ വണങ്ങി യജ്ഞം പൂർണ്ണമാക്കാനനുവദിക്കണമെന്നും ദക്ഷനെ ജീവിപ്പിക്കണമെന്നും ബ്രഹ്മാവ് അപേക്ഷിച്ചു. ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന അംഗീകരിച്ച മഹേശ്വരൻ ദക്ഷനെ ഉജ്ജീവിപ്പിച്ചു. യജ്ഞം പൂർണ്ണമാക്കിക്കൊള്ളാൻ അനുവദിച്ചു. വിഷ്ണുമായ രംഗത്തെത്തി പുരോഢാശം അർപ്പിച്ചു. നേരത്തെ അറുത്ത യജ്ഞപശുവിൻ്റെ തല ദക്ഷൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചു. അങ്ങനെ ഉയിർത്തെഴുന്നേറ്റ ദക്ഷൻ ദ്വേഷഭാവമെല്ലാം വെടിഞ്ഞ് മഹേശ്വര പാദങ്ങളിൽ നമസ്കരിച്ചു. ആ സമയത്തു കരുണാനിധിയായ മഹാവിഷ്ണു ഗരുഡാരൂഢനായി അവിടെ ആവിർഭവിച്ചു. എല്ലാവരും മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. ഭഗവാൻ അരുളി ചെയ്തു, ത്രിമൂർത്തികളായി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ രൂപങ്ങളെല്ലാം സ്വീകരിക്കുന്നത് ഞാൻ തന്നെയാണ്. ത്രിമൂർത്തികളിൽ ഭേദചിന്തയുണ്ടാകുന്നത് പാതകമാണ്. തുടർന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ അന്തർധാനം ചെയ്തു. സതീദേവി പർവ്വതനന്ദിനിയായി പിറന്നു വീണ്ടും ശ്രീ പരമേശ്വരൻ്റെ പ്രിയതമയായി. എന്നിങ്ങനെ മുനീന്ദ്രോക്തികൾ കേട്ടുടൻ അന്നേരമാനന്ദശാലി വിദൂരരും ചെമ്മേ തൊഴുതു ചോദിച്ചാനതെന്തഹോ തന്മകൾ തന്നെ വേട്ടോരു മഹേശനിൽ വൈരം പ്രജാപതിക്കുണ്ടായി ചമഞ്ഞതിൻ കാരണം നേരെ തിരിച്ചരുൾ ചെയ്കമേ. എങ്കിലോ കേട്ടുകൊൾകെന്നുര ചെയ്തഥ സങ്കലിതാനന്ദമോടരുളി ചെയ്താൻ മുന്നം പ്രജാപതിമാർ ചെയ്ത സത്രഭൂതന്നിലമ്മാറെഴുന്നള്ളി മഹേശ്വരൻ. ചെന്നാനവിടേക്കു ദക്ഷനും കൂടവേ വന്നതു കണ്ടഖിലേശ്വരനീശ്വരൻ. പ്രത്യുപോത്ഥാനങ്ങളാദികളൊന്നും അങ്ങത്യരം ചെയ്തതില്ലായ്കയാലക്ഷണം കോപം വളർന്നു ശപിച്ചാൻ മഹേശനെ. താപേന സത്രഹവിർഭാഗമങ്ങുതേ മേലിലിതു മുതലായൊഴിഞ്ഞിടുമേ. കാലവും നന്നായിരുന്നു കൊൾകെന്നവൻ താനഭിഷംഗവും ചെയ്തിരിക്കും വിധൗ. മാനം കലർന്നെഴും നന്ദികേശൻ തഥാ ദക്ഷനെയുമനുചാരികൾ തമ്മെയും ഉൾക്കാമ്പിൽ നേരറിവില്ലായ്കയാലിനി തത്വാർത്ഥബോധ വിചാരമില്ലായ്കയെന്നുൾത്തൂർന്ന കോപാൽ ശപിച്ചിതു കൂടവേ. ഭൃത്യരെ കൂടെ ശപിച്ചതു കേൾക്കയാൽ
എത്രയും കോപം കലർന്നു ഭൃഗുമുനി ചിത്തെ വളർന്ന പരിഭവത്തോടുടൻ മൃത്യുഞ്ജയ ഭക്തരാമവർ തന്നെയും പാഷണ്ഡികളായി ചമകെന്നു ശാപവും രോഷേണ ചെയ്തു വേഗേന വാങ്ങിടിനാൻ. ഭൂതേശനുമെഴുന്നള്ളിനാൻ ദക്ഷനും യാതനായങ്ങു ബൃഹസ്പതി യജ്ഞവും കോപ്പിട്ടുകൊണ്ടാൻ ജഗത്രയവാസികൾ കോപ്പിട്ടതിന്നു ചെന്നിടിനാരൊക്കവേ. നാനാദിഗന്ധരം തോറും മരുവിന നാനാ പ്രമുഖരും ദക്ഷയാഗോത്സവം കാൺമതിന്നും ശ്രമിപ്പാനുമായി കൊണ്ടധികാംനായ സംഭരിതോപചാരൈ സമം പോകുന്ന ഘോഷങ്ങൾ കണ്ടു മാഹന്ത താൻ ഏകാഗ്രചിന്തയാ കേട്ടും സതീദേവി പോകയില്ലങ്ങു തനിക്കു മകതാരിൽ ആകാംക്ഷയുണ്ടായി ചമഞ്ഞതു തന്നുടെ ജീവനാഥൻ പരമേശ്വരനോടനു ഭാവമോദാലുണർത്തിച്ചാൾ പുണർന്നുടൻ. നാഥ, ഭവാൻ കേട്ടതില്ലയോ മത്പിതാവാദരലാങ്ങൊരുമ്പെട്ട യാഗോത്സവം നാനാ മഹത്തുക്കളും പുനരങ്ങതിനാനന്ദമോടു പോകുന്നു നിരന്തരം. നാമെന്തങ്ങടങ്ങിയിരിക്കുന്നതിങ്ങനെ കാമപ്രദ പ്രഭോ പോകേണ്ടതല്ലയോ? ഇന്നിതിനങ്ങു നാം ചെന്നതില്ലെങ്കിൽ മറ്റെന്നിനി വേണ്ടു വിചാരിക്ക മാനസേ. പോകേണമിന്നെനിക്കമ്മയെയും മമ പ്രാഗ്ജാതമാരെയും കാണുമാറില്ല ഞാൻ. എല്ലാരുമുണ്ടങ്ങു വന്നിട്ടിവിടെ നാമല്ലാതെയുള്ളവരില്ലൊരു സംശയം. അച്ഛനും നമ്മോടു പണ്ടുള്ള വൈരങ്ങളിച്ഛയാ തീരുമൊരുമിച്ചു കാണുമ്പോൾ കച്ചിൽ മുലത്തയ്യലിത്തമാകൂതങ്ങളുൾ ചേർന്നതെല്ലാം പുണർന്നുണർത്തിച്ചതിൽ വിശ്വേശനേറിയ കൗതുകം മായയോർത്തച്ചോ ഭവിച്ചു വളർന്നത്കുതൂഹലാൽ വിസ്മയം പൂണ്ടു മന്ദസ്മിതം ചെയ്തു സംബിൽസ്വതാരൂപിണിയോടരുളി ചെയ്താൻ. ഭദ്രേ, തവ ഹിതമായതു ചെയ്കിലുണ്ടെത്രയുമേറ്റമുപദ്രവമോമലേ. ബന്ധുക്കളെ ചെന്നു കാണേണമെന്നു നിന്നന്തർമനസി ഭവിച്ച വിചിന്തിതം. പണ്ടേ പരയ്ക്കയെല്ലാർക്കുമുള്ളൊന്നതിനുണ്ടാകവേണമവർക്കുമങ്ങാഗ്രഹം. ബന്ധമുണ്ടല്ലാകിലും ചൊല്ലുവാനതി ബന്ധുത്വമായതെന്നുള്ളതു നിർണയം. ബന്ധുത്വമായതു വാത്സല്യലക്ഷണം ബന്ധമില്ലാതെ വൈരാഗമരിത്വവും. ബന്ധുക്കൾ തമ്മിൽ വാത്സല്യമില്ലെങ്കിലോ ബന്ധുക്കളല്ലവരെന്നുമറിയുക നീ. ബന്ധുവാത്സല്യമധക്ഷനു നമ്മിലില്ലന്ധത്വമത്രേ നമുക്കു തോന്നുന്നതു. ബന്ധുത്വമുണ്ടു ശത്രുത്വത്തിലും നല്ല ബന്ധു ശത്രുക്കളാകുന്നതും. ബന്ധുത്വമോർത്തങ്ങു നാം ചെന്നകപ്പെട്ടാൽ ബന്ധുത്വമാചരിച്ചിടുകയില്ലെടോ. ബന്ധിച്ചു ധിക്കരിച്ചിടുകയും ചെയ്യും. ബന്ധമില്ലപ്പോൾ അവിടെ നിന്നിടുവാൻ സന്ധ്യജിച്ചിങ്ങു തിരിഞ്ഞു പോരുന്നതും സന്താപകാരണമായി വരും വല്ലഭേ. ചിന്തിക്ക വല്ലാതധികൃതിയെങ്കൽ മറ്റന്തർമനസി മുഴുക്കുമമർഷവും. ഏറ്റമമർഷം മുഴുത്തു വരുമ്പോഴുതേറ്റുപോം ബന്ധുത്വവും മറന്നഞ്ജസാ. ചീറ്റം തിരണ്ടുടനേറ്റു നിൽക്കുന്നവർ തോറ്റിടരുതെന്നൊരുമ്പെടുമേവരും.
അപ്പോൾ അവിടെ ബന്ധുക്കളായുള്ളവർ ശില്പമാക്കിയിടുവാനുള്ളവരല്ലടോ. ദക്ഷനറിയാതിരിക്കയല്ലങ്ങവയൊക്കെ നിരൂപിച്ചുപേക്ഷിച്ചു നമ്മെയും. തുടരും. ജയ് ജയ് ശ്രീ രാധേശ്യാം.